അപ്പോൾ നമ്മൾ നമ്മുടെ പുതിയൊരു എക്സ്പ്ലോറിങ് വീഡിയോ ആണ്. ഡൈനോസറിൻ്റെ കാൽപാദം കാണാനായിട്ടാണ് നമ്മൾ പോകുന്നത്. സിനിമയിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള ഡൈനോസർ ശരിയാണോ തെറ്റാണോ എന്നൊക്കെ നമുക്കറിയില്ലല്ലോ. ബട്ട് ഇവിടെ ഡൈനോസറിൻ്റെ ഒരു കാൽപാദമുള്ളൊരു സ്ഥലമുണ്ട്, കാൽപാദമുള്ളൊരു സ്ഥലമുണ്ട്. ബ്രിട്ടീഷ് കൊളംബിയയിലാണ്. ഇപ്പോൾ ഇവിടെ ഫോളാണ്. കളർ കണ്ടോ, എല്ലാ ട്രീസിൻ്റെയും കളർ യെല്ലോ ആയിട്ട് മാറിയിട്ടുണ്ട്. ഇനി പയ്യെ ഫോള് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും ഫുൾ സ്നോ ആയിരിക്കും. ഇവിടെ സീനാണ് സ്നോ. എബിനേട്ടൻ കണ്ടോ, എബിനേട്ടൻ ഒരു വടിയൊക്കെ പിടിച്ച് കുത്തിയൊക്കെ പിടിച്ച് നടക്കുകയാണ്. മൊത്തം 6.5 കിലോമീറ്റർ ഉണ്ട് ട്രയൽ വൺ സൈഡ്. 7 കിലോമീറ്റർ ഉണ്ട്. പിന്നെ തിരിച്ചും അതുപോലെ തന്നെ 7 കിലോമീറ്റർ, മൊത്തം ഒരു 14 കിലോമീറ്റർ നടന്നാലാണ് നമുക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ നമ്മളത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് മാക്സിമം നോക്കും. അപ്പോൾ ശരി, നമ്മൾ ഉൾക്കാടിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. കണ്ടോ, ഉൾക്കാടിലൂടെയാണ് പോയിക്കൊണ്ടേ. രസമുള്ള വഴിയാണ്. നാട്ടിൻപുറത്തൊക്കെ നമ്മൾ കാട് കയറി കിടക്കുന്ന പോലെ തന്നെ സെയിം ഒരു വൈബാണ്. ഇങ്ങനെ നമ്മളിപ്പോൾ ഒരു സൈൻ ബോർഡ് കണ്ടു. ഇനി എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് നമുക്ക് അവിടുന്ന് സൈൻ ബോർഡിൽ നിന്ന് നോക്കിയിട്ട് അറിയാൻ പറ്റും. നോക്കട്ടെ. സൈൻ ബോർഡ് താഴോട്ട് കാണിക്കുന്നത് പൂളാണെന്ന് തോന്നുന്നു. ക്യാബിൻ പൂൾ താഴത്തോട്ട്, ടോപ്പ് പൂള് ലെഫ്റ്റിലോട്ട്, ഫ്ലാറ്റ് ബെഡ് ക്രീക്ക് പെറ്റ് സൈറ്റ്. നമുക്ക് പോകേണ്ട ഡൈനോസർ ട്രാക്കാണ്. ഡൈനോസർ ട്രാക്ക് ഇത് താഴത്തോട്ടാണ്. അപ്പോൾ നമ്മൾ താഴത്തോട്ട് പോവാണ്. ഡൈനോസർ ട്രാക്കിൻ്റെ ആ വഴി പോവുകയാണ്. ഇപ്പോൾ ഇടം പറയണത് തിരിച്ചു പോകാമെന്നൊക്കെയാണ് പറയണത്. പകുതിക്ക് വെച്ച് നിർത്തി. അങ്ങനെ പറ, എന്നാ അങ്ങനെ പറ. നമ്മളെന്തായാലും ഒരു വഴിക്ക് ഇറങ്ങിയാൽ മുന്നോട്ട്. ഇതിനി കംപ്ലീറ്റ് ചെയ്തിട്ടാണ് നമ്മൾ കയറുള്ളൂ. എന്നാലും ഒരു ചോദ്യം, എങ്ങാനും കണ്ടിട്ടേ പോകുള്ളൂ. അത്രേ ഉള്ളൂ. നമ്മളിപ്പോൾ ഏകദേശം അതിൻ്റെ അടുത്തേക്ക് എത്താറായി. കണ്ടോ, അപ്പോൾ താഴത്തെ ഈ അരുവിയുണ്ട്. കാണാൻ പറ്റുന്നതെന്ന് അറിയില്ല. നമ്മൾ അടുത്തേക്ക് ചെല്ലും തോറും അത് കുറച്ചുകൂടെ വിസിബിളായിട്ട് വരും. നമ്മളിപ്പോൾ എത്താറായി. ഏകദേശം നമ്മളതിൻ്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കും. ഓക്കെ, അവിടെ ചെന്നിട്ട് ബാക്കി നമുക്ക് കാണിക്കാം കേട്ടോ. ഗൈസ്, നമ്മളിപ്പോൾ താഴത്ത് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ താഴെ റിവർ സൈഡിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഫ്ലാറ്റ് ബെഡ് ക്രീക്ക് എന്ന് പറഞ്ഞ സ്ഥലം ഡൈനോസർ ഫുഡ് സൈറ്റ്സ് ആണ്. പ്ലീസ് റെക്കഗ്നൈസ് ദീസ് ആർ പ്രൈസ്ലെസ് ആൻഡ് ടൈംലെസ് വാല്യൂ ഓഫ് ദ യുണീക്ക് റിസോഴ്സ്. പ്ലീസ് ഡു നോട്ട് ഡാമേജ് ദ ഫുഡ് പ്രിൻറ്റ്സ് in any way. Deface the surrounding rocks, walk in or footprints, remove any rock or portions from the sides. You may touch these prints, but make sure wash your hands in the creek first. Thank you for helping preserve. So നമ്മളിപ്പോൾ അതിൻ്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർ പറഞ്ഞിരിക്കുന്നത് അത് നശിപ്പിക്കരുത്, ഭയങ്കര പ്രൈസ്ലെസ് ആയിട്ടുള്ളൊരു സംഭവമാണ്. കണ്ടോ, ക്യാബിൻ പൂൾ ഡൈനോസർ ട്രാക്സ്. 2001 ടംബ്ലർ റിഡ്ജ് റേസറിൻ്റെ ഡൈനോസർ എൻതൂസിയാസ്റ്റ് അലനും ഡോറനും ഇത് കണ്ടുപിടിച്ചതെന്നാണ് പറയുന്നത് കേട്ടോ. ഈ ഡൈനോസറിൻ്റെ കാൽപ്പാട് കണ്ടാൽ നിങ്ങൾക്ക് കാൽപ്പാടാണെന്ന് തോന്നുമെന്ന് അറിയില്ല. പക്ഷേ ഈ കാണുന്ന ചെറിയ ചെറിയ ഡീഫോർമേഷൻസ് അല്ലെങ്കിൽ ഈ കാണുന്ന ഇതാണ് ഇതിൻ്റെ കാൽപ്പാടാണ്. ബൈ റിസേർച്ചിൽ ഇത് തെളിയിച്ചിട്ടുണ്ട്. സോ ഈ കാണുന്നതാണ് ഇതിൻ്റെ കാൽപ്പാടെന്നാണ് പറയുന്നത് കേട്ടോ. ഇവിടെയൊക്കെ ഉണ്ട്. ഇത് ബ്രിട്ടീഷ് കൊളംബിയയിൽ കണ്ടെത്തിയ ഏറ്റവും വലിയ ഫുട് പ്രിൻറ്റുകളും ഏറ്റവും കൂടുതൽ ഫുട് പ്രിൻറ്റുകളും ഉള്ളത് ഇവിടെയാണെന്നാണ് പറയുന്നത്. ഇറങ്ങിപ്പോയപ്പോൾ ഇത്ര വിഷയം ഉണ്ടായില്ല. കയറിയിട്ട് അയ്യോ